സ്വാഭാവികമായിട്ടത് ജനവിധിയെ സ്വാധീനിക്കില്ലേ? അതെ അതെ. ജനങ്ങളാരും ഇവര് വിചാരിക്കുന്ന പോലെ മണ്ടന്മാരല്ല. അതാണ്. അങ്ങ് വയനാട്ടിലേക്ക് വന്നുകൊണ്ടുകൂടി തന്നെ ഒരു കാര്യം പറയാം. ഈ നിലവിൽ റായ്ബറേലിയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. പക്ഷെ അദ്ദേഹം വയനാട് മത്സരിക്കുന്ന സമയത്ത് ഞാൻ റായ്ബറേലിയിൽ മത്സരിക്കുന്നു പറഞ്ഞു കേട്ടില്ല. അതേ സമയത്താണ് സ്മൃതി ഇറാനി അമേഠിയിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ചത്. അന്ന് അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. വളരെ സേഫായ റായ്ബറേലിയിൽ പോയി, അതായത് കോൺഗ്രസിന്റെ ഈറ്റിലെത്ത് പോയി അദ്ദേഹം മത്സരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം അവിടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ജയിക്കുന്ന സാഹചര്യം വന്നാൽ വയനാടിനെ കൈവിടുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ അതിനെങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? സ്വാഭാവികമായും കേരളീയ സമൂഹത്തോടും വിശേഷിച്ച് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളോടും രാഹുൽ ഗാന്ധി കാണിക്കുന്ന കൊടിയ വഞ്ചനയായിരിക്കും അത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയാം, ഞാനിപ്പോ ഇവിടെ മത്സരിക്കാം, അടുത്ത ഘട്ടം തെരഞ്ഞെടുപ്പ് വരുന്ന മറ്റൊരു പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സത്യസന്ധമായൊരു നിലപാട് സ്വീകരിക്കണ്ടേ ജനങ്ങളുടെ മുൻപിൽ? ഇത് കോൺഗ്രസിന്റെ എല്ലാ കാര്യങ്ങളിലും ഇതിങ്ങനെ തുടർച്ചയായിട്ട് വരികയല്ലേ. എന്താ കാര്യം എന്ന് വെച്ചാല്, ഒന്ന് ശരിയായ പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന തെളിമയുള്ള ഒരു രാഷ്ട്രീയ നിലപാട് ദേശീയ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഒന്നത്. രണ്ട്, തെളിമയാർന്ന ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചാൽ അത് നടപ്പിലാക്കാൻ വേണ്ടി ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സംഘടന, അതിന്റെ സംഘടനാ രൂപം ഇന്ന് കോൺഗ്രസിനില്ല. അതുകൊണ്ട് കോൺഗ്രസ് തന്നെ എപ്പോഴും പറയേണ്ട കാര്യം, ഞങ്ങളൊരു ആൾക്കൂട്ടം മാത്രമാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ഒരാൾക്കൂട്ടത്തിന് ജനങ്ങളുടെ ആഗ്രഹാഭിലാഷങ്ങൾക്കനുസരിച്ച് മുന്നിൽ നിന്ന് നയിക്കാനാവില്ല. മുന്നിൽ നിന്ന് നയിക്കണമെങ്കിൽ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സംഘടനയും ശരിയായ രാഷ്ട്രീയ നയവും വേണം. അത് രണ്ടുമില്ല എന്നുള്ളത് കൊണ്ടാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഇങ്ങനെ അപ്രസക്തമായി പോകുന്നത്. കോൺഗ്രസ് അപ്രസക്തമാകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല നമ്മളാരും. അവര് തന്നെ ചെയ്യുന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ അവിടെ ആനി രാജയ്ക്കെതിരെയാണ് ഇദ്ദേഹം വന്ന് മത്സരിക്കുന്നത് ആലോചിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ വരുമ്പോൾ പറയുന്നത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി AD അറസ്റ്റ് ചെയ്യുന്നില്ല? ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറും പറയുന്ന ഇടത് വിരുദ്ധതയാണ്. ഇപ്പോ നോക്കൂ, റായ്ബറേലിയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് എന്താണ് സംസാരിക്കുന്നത്? കേരളം വളരെ സേഫ് ആണ്, കേരളത്തെ നോക്കിക്കാണൂ എന്നൊക്കെ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് കാണാം. ഇതിനെങ്ങനെയാണ് നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുക? ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാലേ, ഈ അവസരവാദപരമായ രാഷ്ട്രീയത്തിൽ എപ്പോഴും പ്രയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ. കോൺഗ്രസിന്റെ ഇത്തരമുള്ള നേതാക്കന്മാർ അവരവരുടെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ഇടപെടലുകളിലും ആ അവസരവാദപരമായ നിലപാടുകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ശരിയായി വിലയിരുത്തിയാൽ ഒരിക്കലും രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു ദേശീയ നേതാവ് ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായിട്ടുള്ള CPIM-നെ രാഷ്ട്രീയമായി കടന്നാക്രമിക്കാനോ, CPIM-ന്റെ മുതിർന്ന അല്ലെങ്കിൽ നേതാക്കളുടെ ഏറ്റവും മുതിർന്ന നിരയിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ, രാഷ്ട്രീയ ശത്രുക്കൾക്ക് ഒരു അവസരമുണ്ടാക്കി കൊടുക്കാനോ കഴിയും വിധത്തിലുള്ള പക്വതയില്ലാത്ത രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്താതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാരണം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരുടെ വീട്ടിലേക്കും ഓഫീസിലേക്കും ED നിർഭയം കയറി ചെല്ലുന്നുണ്ടെങ്കിൽ അതിനകത്ത് അവരുടെ ഭാഗത്തുനിന്നുള്ള ഏതെങ്കിലും വിധത്തിലുള്ള അഴിമതിയുടെ അനുഭവങ്ങൾ, തെളിവുകൾ ചൂണ്ടിക്കാണിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കൊക്കെ കഴിയുന്നുണ്ടാകും. ഇവിടെ ED-ക്കെതിരായി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായി, CBI-ക്കെതിരായി, കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കെതിരായി നിശിതമായ വിമർശനങ്ങളും അവരുടെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള നെഞ്ചുറപ്പിന്റെ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനസ്സിൽ അശേഷമെങ്കിലും ചാഞ്ചല്യമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിർഭയമായ നിലപാട് സ്വീകരിക്കാൻ ഒരാൾക്കും കഴിഞ്ഞു എന്ന് വരില്ല. അപ്പൊ കുറ്റബോധമില്ലാതെ നിർഭയമായി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ചോദ്യം ചെയ്യാനും വിമർശനം ഉന്നയിക്കാനും അവരെല്ലാവരും കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുധങ്ങളായി പ്രവർത്തിക്കുന്നതിനെ ഭരണഘടനയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യാനും ഒക്കെ കഴിയുന്നത് ഏറ്റവും തെളിമയാർന്ന ജീവിതവും നിലപാടും പിണറായിക്ക് കൈവശമുള്ളത് കൊണ്ടാണ്. അതിനെ ചോദ്യം ചെയ്യാൻ രാഹുൽ ഗാന്ധിയെ പോലെ 56 എത്ര മണിക്കൂറാ രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്ത്? അദ്ദേഹത്തിന് 56 മണിക്കൂർ മുകളിൽ 58, 56 മണിക്കൂർ രാഹുൽ ഗാന്ധിയെ മുന്നിലിരുത്തി ചോദ്യം ചെയ്ത ആ ED സംവിധാനത്തെ നിങ്ങളൊക്കെ കൂടി എന്നെ എന്താ ചോദ്യം ചെയ്തേ, എന്ത് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്ത, മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്ത എന്താണ് എന്നൊക്കെ തരത്തിലുള്ള
വ്യാഖ്യാനങ്ങളിലേക്ക്, അതൊക്കെ ബാലിശമായ പിന്നെ ഈ നിയമപരമായി നിലനിൽക്കത്തക്കതല്ലാത്ത ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയുന്ന സ്വന്തം അണികളെ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ സ്വന്തം അണികളെ ആവേശം കൊള്ളിക്കാൻ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള വിമർശനങ്ങളാണ്. അതൊന്നും കേരളീയ സമൂഹമോ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ ഇടതുപക്ഷമാണ് അതിൽ ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിക്കുന്നതെന്നും ആ ഇടതുപക്ഷത്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ കരുത്തു പകരുന്നത് കേരളമാണെന്നും ആ കേരളത്തിലെ ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും അറിയുന്ന പൊതുസമൂഹം രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളെ ബാലിശമെന്ന് കണ്ട് അവഗണിക്കുകയാണ് ചെയ്യുക. അതാണ് ഈ തെരഞ്ഞെടുപ്പിലും ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം. ഈ രാഹുൽ ഗാന്ധി മാത്രമല്ല, KC വേണുഗോപാൽ ഇതിന് കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. അദ്ദേഹം നിൽക്കുന്നത് മാരിഫിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവരാരും എന്തുകൊണ്ട് ഉത്തരേന്ത്യയിൽ പോയി BJP-യുമായി നേരിട്ട് മത്സരിക്കാനുള്ള ആർജവം കാണിക്കുന്നില്ല? ഇവരൊക്കെ ദേശീയ നേതാക്കന്മാരാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ വന്ന് ഇടതുപക്ഷത്തെ തോൽപ്പിക്കണം, CPIM-നെ തോൽപ്പിക്കണം എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾ അവരുടെ മുഖ്യ ശത്രു, രാഷ്ട്രീയത്തിലെ മുഖ്യ ശത്രു, ദേശീയ രാഷ്ട്രീയത്തിലെ മുഖ്യ ശത്രു അവർക്ക് BJP-ആണ്. അതെ. പക്ഷേ ഈ നേതാക്കന്മാരൊക്കെ ഉത്തരേന്ത്യയിൽ പോയി BJP-യോട് നേരിട്ട് മത്സരിക്കാനും അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ നേരിട്ട് പരാജയപ്പെടുത്താനും എന്തുകൊണ്ട് ധൈര്യം കാണിക്കുന്നില്ല എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അതെ, തീർച്ചയായിട്ടും. അതാണ് അവരെ ബാധിക്കുന്ന കാര്യം. ഇത് ജനങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തു പറഞ്ഞാൽ ഇങ്ങനെ ഇവർക്കൊന്നും നേരിട്ട് BJP-യെ ചലഞ്ച് ചെയ്യാനുള്ള ധൈര്യമില്ലായ്മ ഇവർ പ്രകടിപ്പിക്കുമ്പോൾ അത് കോൺഗ്രസിന്റെ ദൗർബല്യമായി കോൺഗ്രസുകാർക്ക് പോലും ഫീൽ ചെയ്യുന്ന അവസ്ഥ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അരവിന്ദ് കെജ്രിവാളിനെ അകത്താക്കിയത് സത്യം പറഞ്ഞ കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ കത്തിന്റെയും പരാതി. അതെ. ഇപ്പോ ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളിനൊപ്പമാണെന്ന് പറഞ്ഞ് കോൺഗ്രസ് വരുന്ന കാഴ്ച, അത് അവസരവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മനസ്സിലായി എന്താ കാര്യം എന്ന് വെച്ചാൽ, ജയിലിൽ അടയ്ക്കുന്നതിന് മുൻപുണ്ടായിരുന്ന കെജ്രിവാളിനേക്കാൾ ജയിൽ വിമുക്തനാക്കപ്പെട്ട കെജ്രിവാൾ കൂടുതൽ കരുത്തനാണെന്നും ഏറെ സമരായുധങ്ങൾ കൈവശമുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ ഉജ്ജ്വലനായ പോരാളിയായി കെജ്രിവാൾ മാറിയെന്നും ഇന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. അത് അവരുടെ ഏറ്റവും പാപ്പരീകരിക്കപ്പെടുന്ന അവസ്ഥ കൊണ്ട് അവർക്ക് ഇതൊക്കെ, കാരണം അവർക്ക് കോൺഗ്രസിനെ വളർത്താൻ അവർ കാണുന്നത് കെജ്രിവാളിനെ ജയിലിലയക്കണം, പിണറായിയെ ജയിലിലയക്കണം, അവരെ തന്നെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ ED തയ്യാറായി നിൽക്കുകയാണെന്നുള്ള സാഹചര്യം അവർ മനസ്സിലാക്കണില്ല. എന്നാൽ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനും എന്തേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ ആരും എന്തേ രാഹുൽ ഗാന്ധിനെ ജയിലിലടയ്ക്കാത്തത് എന്നൊരു ചോദ്യം ചോദിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ED ആണെങ്കിലും CBI ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള അന്വേഷണ ഏജൻസികളൊക്കെ ആ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താനും നേതാക്കളെ കടന്നാക്രമിക്കാനും വേണ്ടിയാണ്. അത് BJP-യുടെയും സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെയും രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമാണ്. ആ രാഷ്ട്രീയ നിലപാടിനെ ചോദ്യം ചെയ്യാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രസ്ഥാനങ്ങൾക്കും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മുന്നോട്ട് പോകാനാവില്ല എന്ന നല്ല തിരിച്ചറിവ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും അതിന്റെ നേതാക്കന്മാർക്കുണ്ട്. പക്ഷെ അത് കോൺഗ്രസിനില്ല. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജന്തർ മന്ദിറിൽ ഒരു സമരം നടത്തുന്ന സാഹചര്യം ഉണ്ടായത് കേന്ദ്ര സർക്കാരിനെതിരെ. ഈ 18 MP-മാരുടെ അടുത്തും LDF അതായത് നിങ്ങൾ വന്ന് സഹകരിക്കണമെന്ന് പറയുമ്പോഴും ഇവിടെ സതീശനടക്കമുള്ള ആളുകൾ, അത് പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി പറയാണ് ഞങ്ങൾ ആ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുക്കില്ല, ഞങ്ങൾ അതിനെതിരാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് സത്യത്തിൽ ഈ പറയുന്ന ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, പിണറായിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന് ഒരിക്കലും കേരളത്തിലെ മാധ്യമങ്ങളോ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. ആ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇങ്ങനെ പോയാൽ മൂന്നാമതും 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പും തങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ നശിപ്പിച്ചു കളയുന്ന ഒരു ജനവിധിയായിരിക്കും എന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ കോൺഗ്രസിനെ ഭരിക്കുന്നുണ്ട്, UDF-നെ ഭരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജന്തർ മന്ദറിൽ ലോകശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു പ്രക്ഷോഭമാണ് കേരളം സംഘടിപ്പിച്ചത്. ആ കേരളത്തിന്റെ പൊതുവികാരത്തോടൊപ്പം, രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറത്തുള്ള പൊതുവികാരത്തോടൊപ്പം നിൽക്കാൻ ശരിയായ നിലപാട് സ്വീകരിക്കുന്നവരാണ് കോൺഗ്രസ് നേതൃത്വമെങ്കിൽ അതായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. കാരണം കേരളം നിലനിൽക്കണം, കേരളീയരായ മനുഷ്യർക്ക് പട്ടിണിയില്ലാതെ തൊഴിലെടുത്ത് അന്തസ്സായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറൽ തത്വസംഹിതകളുടെ
എല്ലാ അവകാശവും കേരളത്തിനുണ്ട്. ആ അവകാശം സംരക്ഷിക്കപ്പെടണം. ദൈനംദിന രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി വിമർശിക്കുന്ന പോലെ അല്ലല്ലോ ഇത്. അല്ലല്ല, ഒരിക്കലും അല്ല. ഒരു ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഫെഡറൽ തത്വസംഹിതകൾക്കെതിരായി കേന്ദ്ര ഗവൺമെന്റ് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും ദേശവിരുദ്ധവുമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പറയാനുള്ള രാഷ്ട്രീയാർജവം കാണിക്കേണ്ടവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. അത് കാണിക്കാതിരുന്നപ്പോ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോ ജൂൺ 4 വരുന്ന തെരഞ്ഞെടുപ്പ് വിധി അവർക്കുള്ള ശിക്ഷ കൂടിയായി മാറും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കാരണം അത്രയേറെ കേരളം ആവേശപൂർവ്വം ഉറ്റുനോക്കിയ, ഹൃദയപൂർവ്വം സ്വീകരിച്ച പ്രക്ഷോഭമായിരുന്നു ഡൽഹിയിൽ സംഘടിപ്പിച്ചത്. മുൻ മുഖ്യമന്ത്രിമാരും മറ്റു മുഖ്യമന്ത്രിമാരും എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടും കേരളത്തിലെ പ്രതിപക്ഷത്തിന് അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ട് അവിടെ പോകാൻ, അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇരുളടഞ്ഞതാവുകയാണ്. ചില കുത്തക മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്ന അജണ്ടയെ ചുറ്റിപ്പറ്റിയാണ്, ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ അജണ്ടയെ ചുറ്റിപ്പറ്റിയാണ് കേരളത്തിലെ കോൺഗ്രസും ബി ജെ പിയും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ആ സമരം. ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം ഇപ്പോൾ ഈ മാധ്യമങ്ങളുടെ ഒരു ഇരട്ടത്താപ്പ് പറഞ്ഞാൽ, അതായത് ട്രെൻഡ് ഈ കുറി UDF അനുകൂലമാണ്. 20 സീറ്റിലും UDF ജയിക്കുമെന്ന് മനോരമ പറയുന്നു. മറ്റുള്ള മാധ്യമങ്ങളൊക്കെ പറയുന്നു 4-5 സീറ്റിലൊക്കെ ഈ പറയുന്ന പോലെ LDF ജയിച്ചു, പലയിടത്തും പ്രവചനാതീതമാണെന്ന് പറയുന്നു. ഇതേ മാധ്യമങ്ങളാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അത് നിയമസഭാ ഇലക്ഷൻ നടന്നപ്പോൾ മട്ടന്നൂരിൽ ഈ പറയുന്ന പോലെ ശൈലജ ടീച്ചർ വലിയ രീതിയിലുള്ള മത്സരമാണ് നേരിടാൻ പോകുന്നത്, ഒപ്പം ശിവൻകുട്ടി ജയിക്കാനേ സാധ്യതയില്ല, കഴക്കൂട്ടത്ത് BJP വിജയിക്കും, അഹമ്മദ് ദേവർകോവിൽ തോക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചത് ഇതേ മാധ്യമങ്ങൾ തന്നെയാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ഇത്തരത്തിൽ ഈ ഇലക്ഷൻ വരുമ്പോൾ ഈ പ്രീപോൾ സർവേ UDF ഇട്ട് കൊടുക്കുകയാണ്. ഇത് വെച്ച് നിങ്ങൾ വേണമെങ്കിൽ മാർക്കറ്റ് ചെയ്തോളൂ എന്ന രീതിയിൽ ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വിധി മാധ്യമങ്ങൾക്ക് കൂടിയുള്ള ഒരു അടിയായി മാറില്ലേ ഈ ജൂൺ 4 പുറത്തു വരാൻ പോകുന്ന ഫലം? ഉറപ്പായിട്ടും, നിശ്ചയമായിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു പുനഃപരിശോധനയ്ക്ക്, തങ്ങളുടെ നിലപാടുകളെ സംബന്ധിച്ചുള്ള ഒരു ആത്മവിമർശനത്തിന് അവസരം കൊടുക്കുന്ന ഒരു ജനവിധി കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം. എന്തുകൊണ്ടെന്നാൽ എങ്ങനെയൊക്കെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ ഇകഴ്ത്തി കാണിക്കാമോ, തങ്ങളുടെ പ്രേക്ഷകരായിട്ടുള്ള സാധാരണ മനുഷ്യരിൽ എത്രത്തോളം തെറ്റിദ്ധാരണകളുടെ കൊടുമുടി സൃഷ്ടിക്കാമോ, അതിനൊക്കെയുള്ള തങ്ങളുടെ മാധ്യമ ശേഷിയെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ. മാധ്യമങ്ങൾ വലിയ പങ്ക് നിർവഹിക്കേണ്ടതാണ് പൊതുസമൂഹത്തിൽ. അങ്ങനെ പങ്ക് നിർവഹിക്കുമ്പോൾ ജനങ്ങൾക്ക് സത്യസന്ധമായ ശരിയായ നിലപാട് സ്വീകരിക്കാൻ അവരെ സഹായിക്കും വിധത്തിലുള്ള വാർത്തകളുടെ പ്രക്ഷേപണങ്ങളും നിലപാടുകളുമായിരിക്കണം മാധ്യമങ്ങൾ നിർവഹിക്കേണ്ടത്. മാധ്യമങ്ങൾ കോർപ്പറേറ്റുകളുടെ രാഷ്ട്രീയ അജണ്ട വെച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന സമൂഹത്തിൽ അത് ഇവരുടെ അജണ്ടയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. കാരണം മാധ്യമങ്ങൾ പറയുന്നതിന് മാത്രം അനുസൃതമായി തങ്ങളുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും രൂപപ്പെടുത്തുന്നവരാണ് കേരളത്തിലെ ജനങ്ങളെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നേ തകർന്നടിഞ്ഞു പോയേനെ. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഏതൊക്കെ മണ്ഡലങ്ങൾ, ഇടതുപക്ഷത്തിന്റെ മണ്ഡലങ്ങൾ തലകുത്തി വീണേനെ. ഇപ്പൊ MLA-മാരായിരിക്കുന്നവരും മന്ത്രിമാരായിരിക്കുന്നവരും ഒക്കെ രാഷ്ട്രീയ വനവാസം വിധിക്കപ്പെട്ട് മണിയാശാൻ വരെ തോക്കും എന്ന് പറഞ്ഞവരല്ലേ. അപ്പൊ മാധ്യമങ്ങൾ അവരുടെ കോർപ്പറേറ്റ് മുതലാളിമാരുടെ അജണ്ട സെറ്റ് ചെയ്താണ് വാർത്തകൾ കൊടുക്കുന്നതും ഡിബേറ്റുകൾ സംഘടിപ്പിക്കുന്നതും അങ്ങനെ ഒരു ചിന്താ രൂപത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതും. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ വകവെച്ചു കൊടുക്കില്ല. വാർത്തകൾ വരും, വാർത്തകൾ വായിക്കും. ആ ഓരോ വാർത്തകളുടെയും യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് നല്ലവണ്ണം വിശകലനം ചെയ്യാൻ ശേഷിയുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. അതാദ്യം ഈ മാധ്യമങ്ങൾ മനസ്സിലാക്കണം. തങ്ങൾ പറയുന്നതൊക്കെ അപ്പാടെ വിഴുങ്ങുന്നവരാണ്. അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളെ ചലിപ്പിക്കുന്നത് പോലെ തങ്ങൾക്ക് ചലിപ്പിക്കാൻ കഴിയുന്നവരാണ് ഈ ജനങ്ങൾ എന്നൊന്നും മാധ്യമങ്ങൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. എല്ലാ മാധ്യമങ്ങളും അല്ല, കോർപ്പറേറ്റ് അജണ്ട വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ സമൂഹത്തോട് നീതിപൂർവകമായ സമീപനം സ്വീകരിക്കണം എന്നതിന്റെ ഒരു പ്രഖ്യാപനമായി കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.